never slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു ഫോട്ടോ കളറാക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം. Ctrl+J പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ജസ്റ്റ് ഒരു ബാക്കപ്പിന് വേണ്ടി എടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഉണ്ടോ, ക്രിയേറ്റ് ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സോളിഡ് കളർ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതിൽ സോളിഡ് കളർ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു കളർ വരും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒന്നുകിൽ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു സ്കിൻ ടോണിൻ്റെ ഒരു കളർ പാലറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതെടുത്തിട്ട് അതിൽ നിന്നും ഒരു കളർ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ, ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു കളർ ജസ്റ്റ് ഒന്ന് ഇട്ട് വയ്ക്കുകയാണ്. ഇത് നമുക്ക് പിന്നെ മാറ്റാം, അതുകൊണ്ട് കുഴപ്പമില്ല. ജസ്റ്റ് ഇതൊരു സ്കിൻ ടോൺ ആയിട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇനി ഈ ഒരു സ്കിൻ ടോൺ ഉണ്ടല്ലോ, അപ്പം നമ്മൾ ഈ ഒരു സെലക്ട് ചെയ്ത കളറിനെ നമ്മൾ മുകളിൽ ബ്ലെൻഡ് മോഡ് മാറ്റിയിട്ട് ഏറ്റവും താഴെ വന്നാൽ കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. കളർ ക്ലിക്ക് ചെയ്തപ്പോൾ എല്ലായിടത്തും അത് അപ്ലൈ ആയി അല്ലേ, എല്ലാ സ്ഥലത്തും ഒരേ കണക്കത് അപ്ലൈ ആയി. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അതായത് അത്രയും എല്ലായിടത്തും ഇതേ കണക്ക് അപ്ലൈ ആവേണ്ട കാര്യം നമുക്കില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മാസ്ക് ആക്കി മാറ്റണം. അതിന് നമ്മൾ ഈ വൈറ്റ് കണ്ടോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൺട്രോൾ നീക്കിയിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ബ്ലാക്ക് മാസ്ക് ആയിട്ട് ഫുള്ള് കവർ ആയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എല്ലാവർക്കും അറിയാം, നമ്മൾ ബ്രഷ് എടുക്കുന്നു. ഏത് ബ്രഷാണ് എടുക്കേണ്ടത്, അത് സോഫ്റ്റ് റൗണ്ട് ആയിട്ടുള്ള ഏത് ബ്രഷ് എടുക്കാം. കുറേ സോഫ്റ്റ് റൗണ്ട് ബ്രഷുകൾ കാണും, അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സോഫ്റ്റ് റൗണ്ട് ബ്രഷ് നിങ്ങൾ ചൂസ് ചെയ്യുക. അത് നിങ്ങൾ ഏതെന്ന് വെച്ചാൽ എടുത്തോളൂ. നിങ്ങൾക്ക് അതിനനുസരിച്ച് നമുക്ക് ഒപ്പാസിറ്റിയും ഫ്ലോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഹാർഡ്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏത് ബ്രഷ് യൂസ് ചെയ്യാം. അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഓക്കെ, സോഫ്റ്റ് റൗണ്ട് തന്നെ എടുക്കാൻ നോക്കുക, എങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു വരച്ചെടുക്കാൻ പറ്റുള്ളത്. ഇനി നമ്മൾ ഒപ്പാസിറ്റി നമുക്ക് ഒരു 70 അല്ലെങ്കിൽ ഒരു 70 75 എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. ജസ്റ്റ് ഫ്ലോ നമ്മൾ നല്ല രീതിയിൽ കുറച്ചിട്ട് ഒരു 30-35 ആക്കി വയ്ക്കും. ഇനി ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇത് നിങ്ങളുടെ ഫോട്ടോയെ ഡിപ്പെൻഡ് ചെയ്താണ്. ഈ ഫ്ലോയും ഒപ്പാസിറ്റിയും ഒക്കെ നിങ്ങളുടെ ഫോട്ടോയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓക്കെ, നമുക്കിനി ഇതൊന്ന് വരച്ചു നോക്കാം. ഇതിനകത്ത് നമ്മൾ ഇനി ഈ ഒരു ബ്ലാക്കിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് പെയിന്റ് ചെയ്യാം. അതായത് സ്കിന്നിൽ മാത്രം പെയിന്റ് ചെയ്യാം. സ്കിൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെ മാത്രം പെയിന്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ ഒപ്പോസിറ്റിയും ഫ്ലോയും കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, സ്കിന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ഹെയർ നല്ല ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് ബ്ലാക്കിലോട്ട് ഒരുപാട് ഈ ഒരു സ്കിൻ ടോൺ കെയർ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കണ്ട, ഒരുപാടൊന്നും വരത്തില്ല. എന്നാലും വലിച്ചു വാരിയും അടിച്ച് കളയരുത്. ചെറുതായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കയറ്റി വെക്കുക. എന്നിട്ട് തിരിച്ച് ഒപ്പോസിറ്റൊക്കെ ഒന്ന് കൂട്ടി വെച്ച് ഫ്ലോയും ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മൾ ബാക്കി ഫിനിഷ് ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ പുറത്തൂടെ വരയ്ക്കുക. ഈ വെള്ളം വീഴുന്നുണ്ടോ അതിൽ നിങ്ങൾക്ക് വരയ്ക്കാം. കാരണം എന്താ, നമ്മുടെ സ്കിൻ ടോൺ ഏതാണോ അതായിരിക്കും ആ വെള്ളത്തിലൂടെ പുറത്ത് കാണാൻ പോകുന്നത്. അത് വെള്ളം എന്ന് പറയുന്നത് അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് അതിൻ്റെ പുറത്തുകൂടി അത് വരച്ചെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല. സ്കിൻ ടോൺ അവിടെ കാണിച്ചെന്നും പറഞ്ഞ് നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങളപ്പോൾ ഫുള്ള് വരയ്ക്കാം. നേരത്തെ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾ ഈ ഒരു ഭാഗം കണ്ടോ, സൂം ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ നിങ്ങൾ നോക്കി, ഹെയറിന്റെ ഈ ഭാഗത്തൊക്കെ നമുക്ക് സ്കിൻ കാണാൻ പറ്റും. അപ്പൊ അവിടെ എത്തുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എപ്പോഴും കുറയ്ക്കാൻ മടിയാണെങ്കിൽ ജസ്റ്റ് അത് ബാക്കി ലാസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ചെയ്തു പോയാൽ പിന്നെ പണിയില്ല. ജസ്റ്റ് കുറച്ച് കൊടുത്താൽ മതി. അവിടെയൊക്കെ ഒരുപാട് വാരി അടിക്കണ്ട. ജസ്റ്റ് ബ്ലാക്കിൽ നമ്മുടെ ഈ ഒരു ബ്ലെൻഡിങ് ഓപ്ഷൻ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്ന കളറാണ്. അതുകൊണ്ട് ബ്ലാക്കിലോട്ട് ഇത് ഒരുപാട് അപ്ലൈ ആവില്ല. അതുകൊണ്ട് കറക്റ്റ് ബ്ലാക്ക് ആണെങ്കിൽ അവിടെ അത് കയറി പോകുന്നുള്ള ഒരു പേടി വേണ്ട കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ജസ്റ്റ് എടുത്തു. എന്നിട്ട് വീണ്ടും പോസിറ്റീവ് കൊടുക്കും. ഞാൻ ഇത് ഫുള്ള് ഒന്ന് വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ,
ഇപ്പൊ നമുക്ക് ഇവിടെ എനിക്കിപ്പോൾ കുറച്ച് കയറിപ്പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വൈറ്റ് ഫോർഗ്രൗണ്ട് കളർ എന്നുള്ളത് മാറ്റി ബ്ലാക്ക് ആക്കിയിട്ട് ജസ്റ്റ് അവിടെ പെയിന്റ് ചെയ്താൽ അതങ്ങ് മാഞ്ഞു പോക്കോളും കേട്ടോ. നമുക്ക് ലിപ്പിന്റെ ആ ഭാഗമൊന്നും ഞാൻ ഇപ്പോൾ ടച്ച് ചെയ്യുന്നില്ല. നമുക്ക് അത് അടുത്ത വേറൊരു കളറാണ് പിടിക്കാനുള്ളത്. തിരിച്ച് വൈറ്റ് ആക്കിയിട്ട് ബാക്കി നമുക്ക് ബ്രഷ് ചെയ്യാം. ആ ലിപ്പിന്റെ അവിടെ നമുക്ക് വേറൊരു കളർ പിടിക്കണം കേട്ടോ. അതിനായിട്ടാണ് ലിപ്പും മാറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ ഒരുവിധം നമ്മൾ എല്ലാം മായ്ച്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിപ്പിന് കളർ ചേഞ്ച് ചെയ്യണം അല്ലേ. അപ്പൊ നമ്മൾ അടുത്ത് എന്താ ചെയ്യുക, വീണ്ടും അത് കണക്ക് അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ പോയിട്ട് സോളിഡ് കളർ എടുക്കുക. സോളിഡ് കളർ പിക്ക് ചെയ്യുക. അതില് സോളിഡ് കളറിൽ നമ്മൾ ഒരു കളർ പിക്ക് ചെയ്യുക. ഏതാണ്, നമുക്ക് റെഡ് ആണ് വേണ്ടത് ലിപ്പിന്. അത് നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡ് എടുക്കുക. നല്ല ഡാർക്ക് ആയിട്ട്, കുറച്ച് ഡാർക്ക് കൂടിയ ഇമേജ് ആണിത്. അപ്പൊ ഡെപ്ത് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡാർക്ക് ആയിട്ടുള്ള കളർ എടുക്കുന്നു, നേരെ അതിനെ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നു. എന്താ, നമ്മൾ നേരെ കളർ ചെയ്യുന്നു. ബ്ലെൻഡ് മോഡ് കളർ കൊടുക്കുന്നു. കളർ കൊടുത്തതിന് ശേഷം ഈ ലിപ്പിലോട്ട് മാത്രമാണ് നമുക്ക് വേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ലെയറിൽ കൺട്രോൾ ആയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബ്ലാക്ക് ആവും. ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ സൂം ചെയ്ത് വയ്ക്കുക. എഗെയിൻ നിങ്ങൾ സൂം ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തതിന് ശേഷം ഇവിടെ പെയിന്റ് ചെയ്യുക. പെയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിടുക. ലിപ്പ് നമുക്ക് അത്ര കളറൊന്നും വേണമെന്നില്ല, ചെറിയൊരു ഈ ഒരു കളർ ഒന്ന് മാറി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്യാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, എക്സ് അടിച്ചിട്ട് വീണ്ടും ഒപ്പോസിറ്റ് ഒന്ന് കുറച്ചിടുക കേട്ടോ. ഓപ്പോസിറ്റ് കുറച്ചുകൂടെ കുറച്ചിട്ട് ഫ്ലോ ജസ്റ്റ് ഒന്ന് കുറച്ചിടുക. കുറച്ചിട്ടതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അതൊന്ന് മായ്ച്ച് കളഞ്ഞാൽ മതി. ഓവറായിട്ട് തോന്നുന്നതിന് ജസ്റ്റ് ഒന്ന് മായ്ച്ച് കളഞ്ഞാൽ മതി. ഒരുപാട് മായ്ക്കാൻ നിൽക്കണ്ട. എന്നിട്ട് ഇവിടെ നമുക്ക് ഒപ്പോസിറ്റ് ഇവിടെ ഉണ്ട്, ആ ലെയറിന്റെ ഒപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളർ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാലോ. കളർ ചേഞ്ച് ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. ചെറിയൊരു റെഡിഷ് മതി, ചെറിയൊരു ആ ഒരു കളർ ഒന്ന് മാറി കിട്ടിയാൽ മതി. ജസ്റ്റ് ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. ഇങ്ങനെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇനി സ്കിൻ ടോൺ അത്ര പെർഫെക്റ്റ് അല്ല. ഓക്കെ, അത്ര പെർഫെക്റ്റ് അല്ല അത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്കിൻ ടോണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ രണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് വീണ്ടും നമ്മളെ സോൾഡ് കളറിന്റെ പാനൽ ഓപ്പൺ ആയി വരും. അതിൽ നമ്മൾ ഇവിടെ സ്കിൻ ടോൺ ഒന്ന് മാറ്റി കൊടുക്കുക. നമ്മൾ കുറച്ച് റെഡിഷ് ആയിട്ട് ഒന്ന് പിടിച്ചു കൊടുക്കുക. ചിലപ്പോൾ കുറച്ചുകൂടി മാച്ച് ആവും. കണ്ടോ, ഐ തിങ്ക് ഇത് ഓക്കെ, ഇത് കൊള്ളാം, സാധനം കൊള്ളാം. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഇതിന് കളർ ഇവിടെയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സ് അടിക്കുക, കൺട്രോൾ നമ്മൾ ബി എടുക്കുക, അതായത് ബ്രഷ് എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലെയർ മാസ്കിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, എങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റൂ. എന്നിട്ട് ബ്രഷ് എടുത്തതിന് ശേഷം ഇവിടെ ഫോർഗ്രൗണ്ട് കളർ നമ്മൾ വൈറ്റ് ആക്കി തന്നെ കീപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്നുകൂടി പെയിന്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ കുറവാണ്, ഇവിടെയൊക്കെ പെയിന്റ് ചെയ്ത് കൊടുക്കുക. കുറവുള്ള സ്ഥലത്തൊക്കെ പെയിന്റ് ചെയ്ത് കുറച്ചുകൂടി അതിനെ തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇവിടെ എത്തി കൂടുതലാണ്. അപ്പൊ നമ്മൾ എക്സ് ആക്കുമ്പോൾ ഇവിടെ ബ്ലാക്ക് ആവും, ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആവും. എന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് കുറച്ചും കൂടി വേണമെങ്കിൽ ഒന്ന് കുറച്ചോളൂ. എന്നിട്ട് ഫ്ലോ തിരിച്ചിരുന്ന് കൂട്ടിക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്ത് അതുപോലെ ഇവിടെ മാത്രം കളർ കൂടുതലായിട്ട് തോന്നുന്ന സ്ഥലത്ത് മാത്രം കുറച്ചൊന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന് പൊക്കോളും.
അത് ഈ ഒരുപാട് ഡാർക്ക് കൂടിയ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചെറിയ വേറെ കളറുകളുണ്ടെങ്കിൽ അതിൽ കയറി പിടിച്ചളയും. അതാണ് ഈ ഒരു വേറൊരു കളറിന്റെ ഇത് തോന്നുന്നത്, നിങ്ങൾക്ക് ഓവറായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇവിടെയും കൂടി നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. ഇച്ചിരി കൂടുതലായിട്ട് തോന്നുന്നു. എന്നിട്ട് നമുക്കിത് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം അറിയോ, ഇവിടെ ഒപ്പാസിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ, ഒപ്പാസിറ്റി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവും. കാരണം ഫില്ലും കൂടി കട്ട് ചെയ്തപ്പോൾ ഇത് കൊള്ളാൻ തോന്നും അല്ലേ. ജസ്റ്റ് ഇതുപോലെ തന്നെ മാസ്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. മാസ്കിൽ ജസ്റ്റ് ഓക്കെ എന്ന് തോന്നുന്നു. യെസ്, ഐ തിങ്ക് ഇത് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ കളർ ഇത് പോരാ എന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഈ കളറിൽ ഞെക്കിയിട്ട് നിങ്ങൾക്ക് ഇനി കളർ ചേഞ്ച് ചെയ്യാം. ഇനി കളർ ചേഞ്ച് ചെയ്യാതെ വലിയ കുഴപ്പം വരാത്തില്ല. ഓക്കെ യെസ്, ഇതാണ് പെർഫെക്റ്റ് കളർ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിൽ ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കളർ മാറ്റാം. ഇത് ആർട്ടിസ്റ്റിക് ഫ്രീഡം. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും കളറൊക്കെ ഇവിടെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ക്ലിക്ക് ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? ഓക്കെ, വാ. ഇനി ആണെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ ചേഞ്ച് ചെയ്യുന്ന കാര്യമില്ല, അങ്ങനെ ഇരിക്കട്ടെ. കണ്ടോ, ഇപ്പോ എനിക്ക് പ്രോബ്ലം ആയിട്ട് തോന്നുന്നത് ലിപ്പാണ്. ലിപ്പ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കളർ അത് മാറ്റി കൊടുക്കാം. നല്ല കളർ കൊടുത്തിട്ട് നമുക്കതിനെ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം. അതിന്റെ ഫില്ലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ആ ലിപ്പ് ഇച്ചിരി ലൈറ്റ് കൂടിയ ടൈപ്പ് ആണ്, അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഇരിക്കും. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ ഏകദേശം ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഒരുപാട് ടൈം എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്തതാണ്, നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടി, എങ്ങനെയാണ് ഈ സ്കിൻ ടോൺ മാറ്റേണ്ടതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ആക്കിയത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറേ ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും പെർഫെക്റ്റ് ആക്കാം ഇതിനെ. ഇതൊന്നുമല്ല, ഇതിനേക്കാളും റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ മാറ്റാനായിട്ട് പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്തു, എത്രമാത്രം കിടിലമായി എന്നുള്ളത് നിങ്ങൾ നോക്കരുത്. നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്നറിയോ, ഈ ടൂള്, അതായത് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് ഇതിൽ ഏതൊക്കെ ടൂളാണ് ഞാൻ ഉപയോഗിച്ചത് എന്ന് മാത്രം നോക്കുക. മനസ്സിലായില്ലേ? ഒരു കളർ കൊണ്ടുവരാനും കളർ മായ്ച്ചെടുക്കാനും അല്ലെങ്കിൽ കളർ അതിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാനും ഏതൊക്കെ ഓപ്ഷൻസ് ഇട്ടു, അല്ലെങ്കിൽ ഏതൊക്കെ ടൂൾ ഉപയോഗിച്ചു, എത്രയൊക്കെ പ്രഷറിൽ ചെയ്തു, അതൊക്കെ മാത്രം നിങ്ങൾ നോട്ടീസ് ചെയ്യും. അതുമെല്ലാം നോട്ടീസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഈ ഇമേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കണക്ക് ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഒരു തവണ ചെയ്ത് നോക്കിയിട്ട് മതിയാക്കരുത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പല ഫോട്ടോസ് ഇത് കണക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിങ്ങളുടെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തിട്ട് ചെയ്ത് നോക്കാം. നിങ്ങളുടെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും എടുത്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അതേ കളറിന് മാച്ച് ആവുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പഠിക്കുക കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഐഡിയ. അങ്ങനെ പഠിച്ചാലും മതി. അപ്പോൾ ഇത് നിങ്ങൾ നോക്കണ്ട. ഇത് നമുക്ക് ടൈം ഇനി ഇരുന്ന് കഴിഞ്ഞാൽ നോക്കി സ്കിന്നിന്റെ ടോൺ ഉണ്ടോ, ഈ ഒരു സ്ട്രക്ചർ ഉണ്ടോ, ഇതിനേക്കാൾ കളർ പക്കയായിട്ട് നമുക്ക് പിടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അത് നമ്മൾ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ നിങ്ങൾക്ക് കളർ എങ്ങനെ മാറ്റാം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും റോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കുഴപ്പമില്ല. എനിക്കും പുതിയതായിട്ട് എന്തെങ്കിലും അറിവ് നിങ്ങളിൽ നിന്ന് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. ഇത് ഞാൻ എൻ്റെ രീതിയാണ്, ഞാൻ ചെയ്യുന്ന ഇതാണ് ഇത് കാണിച്ചേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തുവേണോ ഇതിനകത്ത് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ വഴിക്കങ്ങ് വിട്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പൊ ഓക്കെ, പുതിയൊരു സെഗ്മെന്റ് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും എടുത്ത ഫോട്ടോ ആയിക്കോട്ടെ, പൂവിന്റെ ആയാലും ചെടിയുടെ ആയാലും എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതെന്തെങ്കിലും ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് അയച്ചു തരാം. പുതിയ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ ഫോട്ടോ ഞാൻ അത് നിങ്ങൾ പറയുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കും. മനസ്സിലായോ? നിങ്ങൾ പറയുന്ന രീതിയിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ബെറ്റർ ആക്കി തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അത് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ ഏതൊക്കെ ടൂളാണ് ഈ ഒരു എഡിറ്റിംഗ് നിങ്ങൾ വിചാരിക്കുന്ന എഡിറ്റിംഗ് ആക്കുന്നതിന് വേണ്ടി ഞാൻ ഏതൊക്കെ ടൂൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയകൾ കിട്ടും. അപ്പൊ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക.
ഒരു കാര്യം ഇപ്പൊ ഈ ഒരു ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞു, ഈ ഒരു ഫോട്ടോ മാത്രം നോക്കിയിരിക്കരുത്. ഈ ഒരു ട്യൂട്ടോറിയൽ പഠിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് ചുമ്മാ ചെയ്ത് എക്സ്പീരിയൻസ് ആയാലേ നിങ്ങൾക്കത് കയ്യിൽ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടിരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഇതിനേക്കാൾ റിയലിസ്റ്റിക് ആയിട്ട് സ്കിൻ ടോണും എല്ലാം പിടിച്ച് സെറ്റപ്പ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓരോന്നും എടുക്കാൻ പറ്റും. അതായത് ഓരോ സ്ട്രക്ചറുകളും നിങ്ങൾക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനെ വേറെ രീതിയിൽ ഹൈലൈറ്റ്, ഓരോ സ്കിന്നിന്റെ ഹൈലൈറ്റ് ടോണുകളും മിഡ് ടോൺ അല്ലെങ്കിൽ ഷാഡോ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടും കളർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലും നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാരകമാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതിൽ അവിടെ ഞാൻ വരയ്ക്കാൻ വിട്ടുപോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇവിടെയൊക്കെ കുറച്ചൊക്കെ വിട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.